ഇനി വാർത്തകൾ കാർട്ടൂണിലൂടെ. വാർത്താ കാർട്ടൂണുകളിൽ ഹാസ്യം മാത്രമല്ല രോഷവും കാണാം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി വന്ന കുറേ കാർട്ടൂണുകൾ അവരുടെ ഇലക്ഷൻ സംവിധാനത്തോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു. വോട്ട് കൊള്ളയെപ്പറ്റിയുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ബീഹാറിൽ NDA വൻ വിജയം നേടിയത്. കൃത്രിമങ്ങൾ വഴി ഉണ്ടാക്കിയ ജയം, സൗജന്യ പെരുമഴ വാഗ്ദാനം ചെയ്ത് നേടിയത് എന്നെല്ലാം വിമർശനം. സാധാരണ യുക്തികൾ കൊണ്ട് വിശദീകരിക്കാനാകാത്ത ഫലമെന്ന് നിരീക്ഷകർ. വിജയം ഒരു പക്ഷം കൊണ്ടാടുമ്പോഴും മറുപക്ഷം തോൽവിയുടെ കാരണമറിയാതെ അന്തിച്ചു നിൽക്കുമ്പോഴും കാർട്ടൂണിസ്റ്റുകൾക്ക് ചിലത് പറയാനുണ്ട്. പലർക്കും പറയാനുള്ളത് വോട്ടർമാർക്ക് വെച്ച് നീട്ടിയ സൗജന്യങ്ങളെ പറ്റിയാണ്. മുൻകാലങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള ഘട്ടത്തിൽ ഇത്തരം പ്രചാരണം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ കമ്മീഷൻ ഇടപെടാതെ നിന്നു. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അധ്വരി വരച്ചത്. ദാർശനികനായ കൺഫ്യൂഷ്യസ് ഉപദേശിച്ചിരുന്നു, ഒരാൾക്ക് മീൻ വെറുതെ കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണമാകും, മീൻ പിടുത്തം പഠിപ്പിച്ചാൽ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കിട്ടും. പക്ഷെ ബീഹാറിലെ തത്വം നേരെ തിരിച്ചാണ്. മീൻ പിടുത്തം പഠിപ്പിച്ചാൽ പിന്നെ അയാൾക്ക് നമ്മെ വേണ്ടി വരില്ല. ഒരൊറ്റ മീൻ കൊടുത്താൽ അയാൾ എന്നും നമ്മെ ഓർക്കും. സ്ത്രീകൾക്ക് 10,000 രൂപ പ്രതിമാസം സൗജന്യമായി നൽകുമെന്ന വാഗ്ദാനത്തെപ്പറ്റിയാണ് ഡെക്കാൻ ക്രോണിക്കിളിൽ സുഭാനിയുടെ കാർട്ടൂൺ. ഈ സൗജന്യ ATM ഇനി നമുക്ക് ബംഗാളിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും കൊണ്ടുപോകാം എന്ന്. സൗത്ത് ഫേസ്റ്റിൽ സതീഷ് ആചാര്യ വരച്ചത്. നിതീഷും മോദിയും വലിയ പെട്ടി നിറയെ നോട്ടുകൾ കൊണ്ടുവന്ന് വോട്ടർമാർക്ക് ഇട്ടുകൊടുക്കുന്നു. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് അതുമായി വോട്ടിംഗ് നടത്താൻ പറയുന്നു. മറ്റൊരു കാർട്ടൂൺ. വായിൽ നോട്ട് കെട്ട് തിരികിയ നിലയിലാണ് വോട്ടർ. അവർക്കിനി തൊഴിലിനെ പറ്റി, ആരോഗ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും മിണ്ടാനാകില്ല, 5 കൊല്ലം കഴിഞ്ഞു മടങ്ങി വരൂ എന്ന്. ഇലക്ഷൻ കമ്മീഷനെ സർക്കാരിൻ്റെ വളർത്തു മൃഗത്തോടുപമിച്ച് രൂക്ഷമായ മറ്റൊരു കാർട്ടൂണും സതീഷ് ആചാര്യ വരച്ചു. ചെറിയ കമ്പയെ ഭരണപക്ഷം ചോദിച്ചുള്ളൂ, കമ്മീഷൻ ഒരു മരം തന്നെ കൊടുത്തു. ഡെക്കാൻ ഹെറൾഡിലെ സജിത് കുമാറിനും വരക്കാനുള്ളത് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ച് വോട്ടർമാരെ വശീകരിക്കുന്നതിനെ പറ്റി തന്നെ. സൗജന്യ വാഗ്ദാനങ്ങൾ അടങ്ങിയ പെട്ടിക്കുമേൽ ഒരു കുറിപ്പുണ്ട്. ഇതിന് വില നിങ്ങളുടെ മൗനമാണ്, ചെലവ് ജനാധിപത്യത്തിൽ നിന്ന് കിഴിച്ചു കൊള്ളാം. മഞ്ജുൾ എന്ന കാർട്ടൂണിസ്റ്റ് ജൻ സുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോറിനെ പറ്റിയാണ് വരച്ചത്. യോഗി ആദിത്യനാഥിനെ പറ്റിയും. തോറ്റാൽ സന്യാസത്തിന് പോകുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ, അതുതന്നെ ചെയ്തേക്കൂ എന്ന് യോഗി ഉപദേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സന്യാസിമാർക്കാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുള്ളത്. സാനിറ്ററി പാനൽ സോഷ്യൽ മീഡിയ കാർട്ടൂൺ ആ നഴ്സറി റൈം ചൊല്ലുന്നു. ECI യെസ് വോട്ടർ, കൃത്രിമ വോട്ടോ നോ വോട്ടർ, നുണ പറയുന്നോ നോ വോട്ടർ, ഡേറ്റ പുറത്തുവിടാമോ നാനാനാന. ഇനി രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി സതീഷ് ആചാര്യ വരച്ച മറ്റൊരു ശക്തമായ കാർട്ടൂൺ നോക്കാം. നവംബർ 16 ദേശീയ മാധ്യമ ദിനമായിരുന്നു. ദ ഹിന്ദുവിലെ ഈ പരസ്യം പറയുന്നു, ഓഗസ്റ്റ് 15 സംരക്ഷിക്കാൻ നവംബർ 16 ആഘോഷിക്കുക, സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ മാധ്യമങ്ങളെ സംരക്ഷിക്കുക എന്ന്. ഇതിൻ്റെ പിറ്റേന്ന് ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച രാംനാഥ് ഗോയങ്ക പ്രഭാഷണം പ്രധാനമന്ത്രി മോദി ആയിരുന്നു നടത്തിയത്. മെക്കോളെ പ്രഭു നമ്മിൽ അടിച്ചേൽപ്പിച്ച അടിമത്ത മനോഭാവത്തിൽ നിന്ന് മോചനം നേടണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. മാധ്യമ സ്വാതന്ത്ര്യം മോദിയുടെ ഭരണത്തിലാണ് നന്നേ കുറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോഴും മാധ്യമങ്ങൾ ഭവ്യതയോടെ പകർത്തി വാർത്തയാക്കും. ഈ വൈരുദ്ധ്യത്തെപ്പറ്റിയാണ് കാർട്ടൂൺ. അടിമത്തത്തിൽ നിന്ന് മോചനം പോലും ആർക്ക്, എന്തിൽ നിന്ന്? ഗോദി മീഡിയക്ക് വാലാട്ടാനേ നിർവാഹമുള്ളൂ. മാധ്യമങ്ങൾ മാറുമ്പോഴും ഭാഷയും രീതിയും മാറുമ്പോഴും കാർട്ടൂണുകൾ പഴയ കരുത്തോടെ ഇന്നും തുടരുന്നു. കാർട്ടൂണുകൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നീട്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.